തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരക്കോട് മെഡിക്കൽ കോളേജിൽ തട്ടിപ്പ് കേസിലെ പ്രതിയെ തേടി കർണാടക പോലീസ്. മെഡിക്കൽ കോളേജ് ഡയറക്ടറും CPI മുൻ തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ബെനറ്റ് എബ്രഹാമിനെ തേടിയാണ് കർണാടക പോലീസിന്റെ പരിശോധന. MBBS അഡ്മിഷൻ വാഗ്ദാനം നൽകി ബെനറ്റ് എബ്രഹാം കർണാടക സ്വദേശികളിൽ നിന്നും തട്ടിയെടുത്തത് 7.5 കോടിയിലധികം രൂപ എന്നാണ് പരാതി. ഇത് രണ്ടാം തവണയാണ് ബെനറ്റ് എബ്രഹാമിനുമായി കർണാടക പോലീസ് തലസ്ഥാനത്ത് വലവിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് കർണാടക പോലീസിന്റെ റെയ്ഡ്. രാവിലെ മുതൽ തന്നെ പോലീസ് സംഘം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. മെഡിക്കൽ കോളേജ് ഡയറക്ടറായ ബെനറ്റ് എബ്രഹാമിനെ തേടിയാണ് പോലീസ് സംഘം കർണാടകയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. MBBS സീറ്റ് വാഗ്ദാനം നൽകി കർണാടക സ്വദേശികളിൽ നിന്നും 7.5 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. സംഭവത്തിൽ കർണാടക മല്ലേശ്വരം പോലീസ് ബെനറ്റിനെതിരെ കേസെടുത്തിരുന്നു. കേസിൽ കർണാടക ജില്ലാ കോടതി ബെനറ്റിന് ജാമ്യം നിഷേധിച്ചു. തുടർന്നാണ് കോടതി ഉത്തരവുമായി പോലീസ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഇത് രണ്ടാം തവണയാണ് ബെനറ്റ് എബ്രഹാമിനെ തേടി കർണാടക പോലീസ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ബെനറ്റ് എബ്രഹാം ഒളിവിൽ പോയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 2 ദിവസം കൂടി തിരുവനന്തപുരത്ത് കർണാടക പോലീസ് ഉണ്ടാകും. ബെനറ്റ് എബ്രഹാമിന്റെ വീട്ടിലടക്കം പരിശോധന നടത്താനാണ് കർണാടക പോലീസിന്റെ തീരുമാനം. വിവേകിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.